നമസ്കാരം. വെൽക്കം ടു KPSC 2.0. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു നിർത്തിയത് വാതക നിയമങ്ങളെക്കുറിച്ചായിരുന്നു. PSC പരീക്ഷകളിൽ ചോദ്യങ്ങൾ ആവർത്തിച്ചു വരുന്ന ഒരു പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു വാതക നിയമങ്ങൾ. കഴിഞ്ഞ ക്ലാസ്സിൽ ബോയിൽസ് നിയമം എന്താണെന്നും അതിനുള്ള ഉദാഹരണങ്ങളുമാണ് നമ്മൾ പഠിച്ചത്. ഇനി ബാക്കിയുള്ള 2 നിയമങ്ങൾ കൂടി നമുക്ക് പഠിക്കണം. BCA എന്ന് ഉദ്ദേശിച്ചത് ബാച്ചലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ അല്ല. ഇവിടുത്തെ BCA ബോയിൽസ് നിയമവും ചാൾസ് നിയമവും അവോഗാഡ്രോ നിയമവുമാണ്. അതിൽ B നമ്മൾ പഠിച്ചു. ഇനി ബാക്കി CA നമുക്ക് ഇന്ന് പഠിക്കണം. അതിലാദ്യം നമുക്ക് ചാൾസ് നിയമം എന്താണെന്ന് നോക്കാം. നിയമത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു ഉദാഹരണം നോക്കിയാലോ. നമ്മുടെ കയ്യിൽ ഒരു ബലൂൺ ഉണ്ടെന്ന് ഓർക്കാം. ആ ബലൂൺ നമ്മൾ ഊതി വീർപ്പിച്ചു, അതായത് ബലൂണിലേക്ക് നമ്മൾ വായുവിനെ കടത്തിവിടുന്നു. പിന്നീട് ആ ബലൂണിനെ നമ്മൾ വെയിലത്തെടുത്ത് വെക്കുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ആ ബലൂൺ വികസിച്ച് വരുന്നതായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ വലിപ്പം കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ അത് പൊട്ടുകയും ചെയ്യും. ശരിക്കും ഇവിടെ എന്താണ് സംഭവിച്ചത്? ഇതിന് പുറകെ നടന്ന ശാസ്ത്രമാണ് അല്ലെങ്കിൽ അതിൻ്റെ സയൻസാണ് ചാൾസ് നിയമം. ശരിക്കും ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് നോക്കാം. താപനില കൂടിയപ്പോൾ ബലൂണിനുള്ളിലെ വായു വികസിച്ചു. അങ്ങനെ അത് പൊട്ടിപ്പോവുകയും ചെയ്തു. ഇനി ഈ പറഞ്ഞ കാര്യമാണ് ചാൾസ് നിയമം. പക്ഷേ ഒരു കണ്ടീഷനുണ്ട്. എന്താ? ഇവിടെ മർദ്ദം അല്ലെങ്കിൽ പ്രഷർ എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കണം. അപ്പോൾ ഇനി നമുക്ക് ചാൾസ് നിയമം എന്താണെന്ന് നോക്കാം. മർദ്ദം അല്ലെങ്കിൽ പ്രഷർ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഒരു നിശ്ചിത മാസ് വായുവിൻ്റെ വോളിയം അഥവാ വ്യാപ്തം എന്ന് പറയുന്നത് കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും. നമുക്ക് ഒന്നുകൂടി നോക്കാം എന്താണെന്ന്. മർദ്ദം സ്ഥിരമായി നിൽക്കുകയാണെങ്കിൽ ഒരു നിശ്ചിത മാസ് വായുവിൻ്റെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറയുന്നത് കെൽവിൻ സ്കെയിലിലെ താപനിലയ്ക്ക് നേർ അനുപാതത്തിലായിരിക്കും. അതായത് താപനില കൂടുകയാണെങ്കിൽ എന്ത് കൂടും? വ്യാപ്തവും കൂടും. താപനില കുറഞ്ഞ വ്യാപ്തവും കുറയും. ഇവ രണ്ടും നേർ അനുപാതത്തിലായിരിക്കും. ഇനി നമുക്കിതിന്റെ മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ നോക്കിയാലോ. വോളിയത്തെ നമുക്ക് എന്ത് V എന്ന ലെറ്റർ കൊണ്ടും താപനിലയെ നമുക്ക് T എന്ന ലെറ്റർ കൊണ്ടും സൂചിപ്പിക്കാം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ എഴുതാൻ പറ്റും? V പ്രപ്പോർഷണൽ ടു T എന്ന് എഴുതാം. അല്ലെങ്കിൽ V/T = a കോൺസ്റ്റന്റ് എന്ന് എഴുതാം. ഇക്വേഷൻ കൂടി ഒന്ന് ഓർത്തിരിക്കുക. കാരണം നമുക്ക് എന്തെങ്കിലും രീതിയിലുള്ള പ്രോബ്ലംസ് ചോദിക്കുകയാണെങ്കിൽ ഈ ഇക്വേഷൻ വെച്ച് നമുക്കത് സോൾവ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി നമുക്ക് ഈ ഭാഗത്ത് നിന്ന് വരുന്ന വേറൊരു ചോദ്യമാണ് ഗ്രാഫ്. ബോയിൽസ് നിയമത്തിലെ ഗ്രാഫുകളെല്ലാം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അവിടുന്ന് 2 ഗ്രാഫുകൾ നമ്മൾ പഠിച്ചു. ബോയിൽസ് നിയമത്തിൽ ടെമ്പറേച്ചർ ആയിരുന്നു കോൺസ്റ്റന്റ് ആയിട്ട് നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ഗ്രാഫിനെ നമ്മൾ എന്ത് പേര് വിളിച്ചു? ഐസോതേം ഗ്രാഫ് എന്ന് വിളിച്ചു. ഇവിടെ ചാൾസ് നിയമത്തിൽ മർദ്ദമാണ് കോൺസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ സ്ഥിരമായി നിൽക്കുന്നത്. മർദ്ദം സ്ഥിരമായി നിൽക്കുന്ന ഗ്രാഫുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഐസോബാർ ഗ്രാഫ്. അപ്പോൾ ചാൾസ് നിയമത്തിന്റെ ഗ്രാഫിനെ കോമൺ ആയി അല്ലെങ്കിൽ പൊതുവെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ഐസോബാർ ഗ്രാഫുകൾ എന്ന് വിളിക്കാൻ പറ്റും. ഈ പടത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ നമ്മൾ വോളിയത്തെ നമ്മൾ X ആക്സിസിലും ടെമ്പറേച്ചറിനെ നമ്മൾ Y ആക്സിസിലും എടുത്ത് വരയ്ക്കുകയാണെങ്കിൽ ഈ ഗ്രാഫിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. കാരണം ടെമ്പറേച്ചർ കൂടിയ വോളിയം കൂടും, ടെമ്പറേച്ചർ കുറഞ്ഞാൽ വോളിയം കുറയും. ഇവർ രണ്ടും ഒരേ രീതിയിൽ നേർ അനുപാതത്തിൽ പോവുകയാണ്. അപ്പോൾ എന്തായിരിക്കും? ഈ ഗ്രാഫിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും. അപ്പോൾ ഇതുകൂടി ഓർത്തിരിക്കുക. ഐസോ ബാർ ഗ്രാഫ്, അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫ് ആയിരിക്കും. ആദ്യം നമ്മൾ പറഞ്ഞു ബലൂണിന്റെ എക്സാമ്പിൾ. അതുപോലെ തന്നെ ചാൾസ് നിയമത്തിന്റെ വേറെ കുറെ എക്സാമ്പിളുകൾ അല്ലെങ്കിൽ ഉദാഹരണങ്ങളും നമ്മുടെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. നമ്മൾ വേനൽക്കാലത്ത് വണ്ടികളുടെ ടയറില്ലേ, അത് കൂടുതൽ വികസിക്കുന്നത് കണ്ടിട്ടില്ലേ? അതും ചാൾസ് നിയമത്തിന്റെ വേറൊരു ഉദാഹരണമാണ്. അവിടെ സംഭവിക്കുന്നത് എന്താണ്? ടയറിനുള്ളിലെ എയർ അതിനെന്ത് സംഭവിക്കും? താപനില കൂടുമ്പോൾ അതും വികസിക്കും, അതായത് അതിന്റെ വോളിയവും കൂടും. അതുകൊണ്ടാണ് മറ്റ് കാലാവസ്ഥകളേക്കാൾ വേനൽക്കാലത്ത് കുറച്ചുകൂടി വികസിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ സൈസ് കൂടിയിരിക്കുന്ന പോലെ നമുക്ക് തോന്നുന്നത്. പിന്നെ സോഡാ കുപ്പിയില്ലേ, സോഡാ കുപ്പിയിൽ നമ്മൾ വേനൽക്കാലത്ത് അതെങ്ങനെയായിരിക്കും? വെള്ളത്തിൽ സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ വെയിലത്ത് നിന്ന് മാറ്റി വെക്കുന്നത് ശ്രദ്ധിച്ചിട്ടില്ലേ? അതിന് കാരണം ഈ ചാൾസ് നിയമം തന്നെയാണ്.
അതായത് സോഡയ്ക്കുള്ളിൽ നിറച്ചിരിക്കുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ടെമ്പറേച്ചർ കൂടിയാൽ ഈ വാതകം ചൂടായി വികസിക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണ് നമ്മൾ അതിനെ വെയിലത്ത് നിന്ന് മാറ്റി അല്ലെങ്കിൽ വെള്ളത്തിൽ സൂക്ഷിക്കുന്നത്. ഇവയെല്ലാം നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. ഇവയ്ക്കെല്ലാം പിറകിലെ കാരണം ഒന്ന് തന്നെയാണ്, എന്ത്? ചാൾസ് നിയമം. അപ്പൊ ചാൾസ് നിയമത്തിൽ നമ്മൾ ഇത്ര മാത്രം ഓർത്തിരിക്കുക, അവിടെ മർദ്ദം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ആ സമയത്ത് ടെമ്പറേച്ചറും വോളിയം, അതായത് താപനിലയും നമ്മുടെ താപനിലയും വ്യാപ്തവും എന്ന് പറയുന്നത് നേർ അനുപാതത്തിലായിരിക്കും. താപനില കൂടിയാൽ എന്തും കൂടും, വ്യാപ്തവും കൂടും. താപനില കുറഞ്ഞാൽ വ്യാപ്തവും കുറയും. ഇത് ഓർത്തിരിക്കുക. പിന്നെ ഐസോബാർ ഗ്രാഫ്, അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് നേർരേഖ ഗ്രാഫാണ്, സ്ട്രെയിറ്റ് ലൈൻ ഗ്രാഫാണ്. ഇതാണ് നമുക്ക് ചാൾസ് നിയമത്തിൽ നിന്ന് പഠിക്കാനുള്ള കാര്യങ്ങൾ. ഇനി അവസാനത്തെ നമ്മുടെ CAയിലെ A, അവോഗാഡ്രോ നിയമം. അത് വളരെ എളുപ്പമുള്ള നിയമമാണ്. പക്ഷെ പരീക്ഷകളിൽ കൂടുതലായി കണ്ടുവന്നിരിക്കുന്നത് ബോൾസ് നിയമവും ചാൾസ് നിയമവുമാണ്. നമുക്ക് എന്താണ് അവോഗാഡ്രോ നിയമം എന്ന് നോക്കാം. ഇവിടെ താപനിലയും മർദ്ദവും സ്ഥിരമാണെങ്കിൽ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് ആറ്റങ്ങളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും. ഒന്നുകൂടി പറയാം. താപനിലയും മർദ്ദവും സ്ഥിരമാണെങ്കിൽ ഒരു നിശ്ചിത മാസ് വായുവിന്റെ വ്യാപ്തം എന്ന് പറയുന്നത് എന്തിന് തുല്യമായിരിക്കും? ആറ്റങ്ങളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും. ഇവിടെ നമുക്കൊരു ഗ്രാഫിനെ വരയ്ക്കാൻ പറ്റും. ഈ ഗ്രാഫും നേർ അനുപാതത്തിൽ പോകുന്നത് കൊണ്ട് തന്നെ ഏത് ഷേപ്പിലായിരിക്കും? സ്ട്രെയിറ്റ് ലൈൻ അല്ലെങ്കിൽ നേർരേഖ ഗ്രാഫ് ആയിരിക്കും. ഇവിടെ ഈ ഭാഗത്ത് നിന്ന് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ടത് ബോയിൽസ് നിയമത്തിനും ചാൾസ് നിയമത്തിനുമായിരിക്കണം. അവോഗാഡ്രോ നിയമം അങ്ങനെ ചോദിച്ച് കണ്ടിട്ടില്ല. ബാക്കി രണ്ട് നിയമങ്ങളും നന്നായി പഠിക്കുക. അതിൽ നിന്നും വരുന്ന ചോദ്യങ്ങൾ മെയിൻലി കൊണ്ടുവന്നിരിക്കുന്നത് എക്സാമ്പിളുകൾ തന്നിട്ട് ഇതേത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന ചോദ്യമാണ്. ഉറപ്പായും ഗ്രാഫ് തന്നിട്ടൊരു ചോദ്യം നമുക്ക് ഇപ്പോൾ പ്രതീക്ഷിക്കാവുന്ന ചോദ്യമാണ്. അപ്പോൾ ഈ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ നന്നായി പഠിച്ച് ഉത്തരം എഴുതുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.